So hello guys, welcome back to our new video of Minecraft. മൈൻക്രാഫ്റ്റിന്റെ 8ാമത്തെ എപ്പിസോഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് അത്രയും കാലം വൈകിയെന്ന് ചോദിക്കണ്ട. ഞാൻ പരീക്ഷയൊക്കെ ഉണ്ടാകുന്നപ്പോൾ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഗെയിമിലൊക്കെ ഇടയ്ക്ക് കയറുന്നു. നമ്മളിവിടെ ഇന്നലെ രാത്രി തൊട്ട് AFK ആയിരുന്നു. ഇത് ഇവിടുന്ന് കയ്യിലിരിക്കണുണ്ടോ, ഇത്രയും അയൺ ബ്ലോക്ക് കിട്ടിയിട്ട് എമറാൾഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ AFK ഒക്കെ ആയിരുന്നു. നമ്മള് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടെ AFK ഒക്കെ നോക്കി എന്താണാവോ ഫാബ്രിക്കിന്റെ പ്രശ്നമാവും. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും മറ്റേ റീപ്ലേ ബോർഡ് ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ കുറച്ചധികം നേരം ഇവിടെ AFK വന്നു. ടൈമിൽ ഇത് അവിടെ ഒരു സോംബിനെ പിടിച്ചിട്ടു. രണ്ട് സൈഡിലും അമരനെ കയറിയിരുന്നു. അവരനെ കയറിയിരുത്തി, മറ്റവൻ തന്നെ കയറിയിരുന്നു. ഇനി ഇവിടെ 3 വില്ലേജസ് ഉണ്ടായിരുന്നു. അവിടെ മറ്റേ ഈ വെള്ളത്തിൻ്റെ ഒരു സാധനം ഉണ്ടാവില്ലോ, ഇങ്ങനെ വെച്ചുണ്ടാക്കുന്ന സാധനം. ഡ്രൗണ്ട് അതിന്റെ കുട്ടി ആ പണ്ടാരം വന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ കയറി. എന്നിട്ട് ഇവിടെ ഉള്ളവന്മാരെ ഫുള്ള് തല്ലിക്കൊന്നാവൻ ബോട്ടിൽ കയറിയിരിക്കുന്നു. ഞാൻ AFK കഴിഞ്ഞ് വന്നു നോക്കുന്ന ടൈമില് ആ കുട്ടിക്കുരിപ്പാടെ എല്ലാത്തിനും കൊന്നവിടെ ഇരിക്കുക. ഈ തലവേദന പിടിച്ച പരിപാടി ഞാൻ വീണ്ടും ചെയ്യണം. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിർത്തിയത് മറ്റേ പാലം പണിയായിട്ടാണ് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ കുറച്ചധികം അപ്ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല, കുറച്ചധികം വരുത്തിണ്ട്. കാണിച്ചു തരാം. ഓക്കെ, നടത്തട്ടെ. അതിനെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്ക്. നമ്മളെത്ര നമ്മള് 30K അല്ല 30 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. ഓക്കെ, നമ്മുടെ പാടം എന്താ അത്രയും ഫുൾ എക്സ്പാൻഡ് ചെയ്തു. 26 ബെഡ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഇതെന്താന്ന് ചോദിക്കണ്ട, നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രെയിനിങ് ഹാള്. പണി തുടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ഇതെന്താ ഇവിടെ പണിഞ്ഞു വെച്ചാ ഇത് ജസ്റ്റ് ഓക്കെ ക്രിസ്മസിന്റെ ഇതായിട്ട് ഞാൻ എന്റെ ലോഞ്ചർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഫുൾ ഇങ്ങനെ. ഓക്കെ, അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മടി ഈ സാധനം കുറെ ഉണ്ടാക്കാം റെയില്. അതുകൊണ്ട് ഞാൻ ഇത് അറിഞ്ഞൂലേ. ഇത് ഞാൻ AFK ഒക്കെ ടൈമില് എന്റെ മറ്റേ സാധനം കൂടുതൽ വന്നിട്ടുണ്ട്. സിമുലേഷൻ ഡിസ്റ്റൻസ് 32 ഞാൻ കട്ടാക്കണം. അതുകൊണ്ട് ഉമാരും വർക്കിംഗ് ആർന്നു നിറഞ്ഞ്. ഓക്കെ, ഉമാരിങ്ങനെ വെച്ചിട്ടേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന തന്നെ പണിയാണ്. ഇതിന്റെ അടുത്തകളിൽ ഉണ്ടാക്കിയ ട്രാൻസ്പോർട്ടേഷൻ ഇത്തിരി എളുപ്പമായി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അത്രയും ആൾക്കാരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 8 വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ട്രേഡ് ചെയ്തുണ്ടോ. പിന്നെ ഞാൻ 4 പേരും തൊട്ട് മാക്സ് ആക്കി. ഉമാര് ഭയങ്കര ഇടങ്ങാറാ. ഉമാരെ 32 ഉണ്ടാക്കി. ഇവ വെറും ചെറ്റ പറഞ്ഞ തറ ചെറ്റവേ. ഇതിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ ഒരു വട്ടം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇപ്പൊ 2 വട്ടം ട്രേഡ് ചെയ്തവൻ ഞാൻ ട്രേഡ് ചെയ്തേ. ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്ന ടൈമില് ഞാൻ പറയണില്ല, ഇവന്റെ കയ്യിലുള്ള എന്താ പറയാ, ഇവന്റെ വില കണ്ട 5 ഡയമണ്ട് ഉണ്ടാക്കിയപ്പോ അവന്റെ മൊത്തം എങ്ങനെ പിടിക്കും. ഇപ്പുറത്ത് പോകും, ഈഗോ അടിച്ചു. ഇപ്പുറത്ത് ഇവന്റെ 3 ഇവന്റെ അങ്ങോട്ട് വാങ്ങും. എന്നിട്ട് ഇപ്പുറത്തുള്ളവന്റെ ഉണ്ട് ഇവന്റെ 3. നമുക്കിത് ഇനി ഫുള്ള് ഡയമണ്ട് ആർമർ ആയി. ഞാൻ കണ്ടോ അടിയിൽ തിളക്കം കാണോ, തിളക്കം എന്താ വണ്ടിന്ന് ഒപ്പിച്ചാണ് കണ്ടോ. എനിക്ക് ഞാൻ 2 ഇവനുണ്ടാക്കി. എന്നെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണത് എങ്ങനെയാണ് ഇത് വെവ്വേറെ കിട്ടുകയെന്ന്. അപ്പൊ ഞാൻ ഈ ഫോണിൽ അത് കളിച്ചു തുടങ്ങി. അപ്പൊ ബെഡ്റോക്കില് ഇതിന്റെ ഒരു ഇത് വെച്ചിട്ട് 2 പേര് വേണം. മീൻസ് ഒരാള് 2 ജോഡി. ഈ സാധനം കണ്ടോ, ഇതും ഒരാൾ ഇങ്ങനെയും തരുന്നതാണ്. അപ്പൊ ഞാൻ ചെന്നിട്ട് അതേപോലെ 2 ചെയ്ത് നിർത്തി. ട്രേഡിങ് കഴിഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യാം എങ്ങനെ എളുപ്പത്തില് ഈ ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റും ഇതൊക്കെ ഇട്ട്. അപ്പൊ ഗൂഗിള് പറയാണ് ഇത് മാസ്റ്റർ അല്ലേ, ഇതിന് മുന്നേ സാധനം ഉണ്ടല്ലോ. മാസ്റ്ററിന് മുന്നേ സാധനം ഉണ്ടല്ലോ. എന്ത് ചെയ്യണാവോ. എക്സ്പേർട്ട്. ഈ ഒരു ലെവല് കഴിഞ്ഞാലും ഇത് കണ്ടോ, ഇനി ഉണ്ട്. മാസ്റ്ററാണ് മാക്സ് ലെവല്. ഇവനിപ്പോ ഗോൾഡൻ തൊട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വരണുണ്ട്. അതിൽ ഇവന്മാര് ചെസ്റ്റ് പ്ലേറ്റും ഇത് എന്തായാലും ചെയ്യുന്ന ഗൂഗിൾ പറഞ്ഞു. ഞാനും ഇവനെ കൊണ്ടുവന്ന് വെറുതെ. പിന്നെ ഇവന്മാരൊക്കെ ഒന്ന് ഇതിലാക്കി വെക്കണം. പിന്നെ എന്റെ ലക്ക്, എനിക്ക് ലക്ക് ഉണ്ട് ഇതില്. ഇജാതി ലക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ.
ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇത്തിരി AFK വന്നു. അപ്പോൾ ബുക്ക് ഷെൽഫ് ഉണ്ടാന്ന് ഞാൻ 2 ദിവസം മുന്നേ കയറി, കുറച്ച് ദിവസം മുന്നേ കയറി വെറുതെ AFK ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഞാൻ വന്നത്. ഇവിടെ വന്നിട്ട് വിളിക്കാൻ നോക്കുന്നു, എന്തൊരു ബുക്ക്. ഞാൻ പോയി എന്നിട്ട് എന്താന്ന് വെച്ചിട്ട് ഞാൻ വന്നു തുറന്നു നോക്കി. 18 എമറാൾഡ് ബുക്ക് വെൻഡിങ്. സീരിയസ്ലി കിളി പോയി. ഈ 18 എമറാൾഡ് വെൻഡിങ് എന്ന് പറഞ്ഞാ ഞാൻ ഒന്നും ചെയ്തില്ല. ഇത് പൊളിക്ക് വെട്ടേ 2 വട്ടം വെട്ടി വെച്ചു. എന്നിട്ടാകുമ്പോ ബുക്ക് ഷെൽഫ് വന്നിട്ടുണ്ടായിരുന്നു പട്ടി. എന്നിട്ട് അവസാനം തന്നെ മാറ്റിട്ട് വെൻഡിങ് ആക്കി. ഇയാടെ ലക്കിയസ്റ്റ് വില്ലേജർ. ഞാൻ സോംബി അടിച്ച് ഞാൻ തീർന്നു. ഓക്കെ, അപ്പൊ അത് കണ്ടത് പിന്നെ എന്തേല് മറ്റേ ഈ നമ്മുടെ പൈസ ഇല്ലേ, മണി ടോക്സ്, ഇതും ഇല്ല. ഇതാണെന്ന് വെച്ചാ ബുക്കും ഇല്ല. ഞാനെന്താ കാട്ടിയത്, അവിടെ എന്താ ഒരു ഷുഗർ കെയിൻ നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും തലക്കിലൊക്കെ പോയി പെറുക്കി പെറുക്കി ഇങ്ങനെയൊക്കെ 24 പേപ്പർ സെറ്റ് ചെയ്തിട്ട് ഇവരങ്ങോട്ട് ലോക്ക് ചെയ്തു. അത് സമാധാനായത്. മെൻഡിങ് നോക്ക്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തായാലും ഫുൾ ടൈം ഉണ്ടാകും. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും ഈ തുരങ്കം തുളച്ച് എവിടെയെങ്കിലൊക്കെ എത്തിക്കും ഞാൻ. എന്നിട്ട് ഫുള്ള് ഇവന്മാര് ഞാൻ ലൈബ്രറീസിനെ ഒരു സെറ്റ് ആക്കാൻ നോക്കാന്നാണ് തോന്നുന്നത്. ഞാൻ വിചാരിക്കണത് നമുക്ക് ഇവനെ കുഴിക്കിട്ടിട്ട് റീൽ കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അവന്മാരൊരു സെക്ഷൻ. പിന്നെ ഇതില് നമുക്ക് ഇത് രണ്ടുമുണ്ട്. സിൽക്ക് ടച്ച് നമുക്ക് വാങ്ങാം. അതിന് ഇവൻ്റെ തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഫോർച്യൂൺ 1 സിൽക്ക് ടച്ച് ഉള്ള ശവലും ഉണ്ട്. ഇവന്റിൽ നോക്കുമ്പോൾ എഫിഷ്യൻസി 2 ഉള്ള. നമുക്ക് എന്തായാലും ലൈബ്രറീസ് സെറ്റ് ചെയ്യണ വരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടോ. ഇതിന്റെ പൊട്ടി പോയപ്പോ ഞാൻ തൽക്കാലം വാങ്ങിച്ചു വെച്ചാ നമുക്ക് മരത്തൊക്കെ ഒന്ന് ട്രേഡ് ചെയ്യാം. ഇപ്പൊ സുഖമാണ്. ഒരു അരമണിക്കൂറോടെ AFK വെക്കുക, വരിക. കണ്ടോ വില കൂട്ടിയുണ്ടോ പാട്ടി, വില കൂട്ടിയവൻ. ഞാൻ അവൻ്റെ ഇത് വാങ്ങില്ല. അപ്പൊ 10 വാങ്ങും. ഇപ്പൊ തന്നെ നമുക്ക് ഒരു സ്റ്റാക്കിന്റെ അടുത്ത് പൈസ കിട്ടാനായി. ഇവന്റെ അടുത്തേക്ക് വന്നാൽ അവനും 5 മരുന്ന് വാങ്ങണ്ട. ഇതവൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് വാങ്ങുക. പിന്നെ ഒരു വില്ലേജർ ദിവസത്തിൽ 2 വട്ടത്തെ റീസ്റ്റോക്ക് ചെയ്യുള്ളൂ. അത് അവൻ വീണ്ടും വില കൂട്ടി. ഞാൻ വാങ്ങില്ലടാ കുട്ടിയെ. എത്ര കൂട്ടിക്കോ, ഞാൻ വാങ്ങില്ല. എൻ്റെ ഞാൻ വാങ്ങാൻ പ്രശ്നമില്ല. അവനാ വില തന്നെ. അപ്പൊ നമുക്ക് അടുത്ത നൈറ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ അവന്മാര് വില കുറയ്ക്കും. ഇത് ശരിക്കും അവന്മാര് എന്നെ കൊണ്ട് ആളെ വടിയാക്കണ പരിപാടി കാണിച്ചോണ്ടിരിക്കുക. ബ്ലഡി ഫൂൾസ്. ഇതൊക്കെ ഫുള്ള് നമുക്ക് ബ്ലോക്ക് ആക്കി വെക്കാം, അല്ലെങ്കിൽ വെറുതെ ഇൻവെന്ററി സ്പേസ്. നമുക്കിതാ കറക്റ്റ് നമുക്ക് പറയാന്ന് വെച്ചാ അയ്യോ നമുക്ക് കറക്റ്റ് പറയാന്ന് വെച്ചത് കണ്ടോ, ഒരു എത്ര 41 എമറാൾഡ് ബ്ലോക്കും 61, പിന്നെ ഇത് 3/4 സ്റ്റാക്ക് ബ്ലോക്ക് ഓഫ് അയണും കിട്ടിയിട്ടുണ്ട് എമറാൾഡ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊരു മോഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതുണ്ടോ, എനിക്ക് ഇൻവെന്ററി അങ്ങനെയൊക്കെ കിടക്കണ്ടാവുക. എനിക്കിത് സോർട്ട് ചെയ്യാൻ നല്ല മടിയാ. ഇത് കണ്ടോ, അത് സ്വിച്ച് അടിച്ചാൽ കണ്ടോ ഷോർട്ടായി. അതെന്തായാലും നല്ലൊരു മോഡാണ്. പിന്നെ ഈ സാധനം ഷോർട്ടാവില്ല, അതെന്താണോ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വാതിൽ പണിഞ്ഞു വെച്ചു. അത് നമുക്ക് നേരെ നമ്മുടെ അയൺ ഫാം അവിടെയല്ലോ, അങ്ങോട്ട് വരാനും പോകാനും എളുപ്പപ്പണിക്ക് ഇങ്ങനെ സാധനം ചെയ്ത് വെച്ചാ. പിന്നെ ഞാൻ AFK മാത്രമല്ല, സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് പട്ടിപ്പണി എടുക്കാറുണ്ട്. വയ്യനെ അങ്ങോട്ട് ഇറങ്ങാൻ. നമ്മള് മൈനിങ്ങിന് പോയിട്ട് നമുക്ക് ഡയമണ്ട് കിട്ടിയോന്നല്ല, നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ചെസ്റ്റിന്റെ സംഭവം ഓഫ് ചെയ്യാൻ വല്ല വഴിയിട്ടാണോ, ഇത് നോക്കിയില്ല. ഡയമണ്ട് കാണണ്ടേ, നമ്മളിപ്പോ റിച്ച് ആണ്. കോമഡി ആയിട്ട് വല്ല ക്രീം കേക്ക് ഇല്ലേ, അതിന്റെ പുറത്ത് എന്തോ വെച്ച പോലെ ഉണ്ട്. വാല്യുബിൾസ് 41 ഡയമണ്ട്. പട്ടി പണി എടുത്ത് കിടന്നിട്ട് എക്സാം ഉണ്ട്, അതൊന്നും കാര്യമാക്കില്ല. നമ്മള് ഫുള്ള് ഡെഡിക്കേഷനോടെ ഇരുന്ന് പണിയെടുത്തിട്ടാണ് നമുക്ക് ഇത്രയും ഡയമണ്ട് കിട്ടിയത്. ഓക്കെ, നമ്മള് റിച്ച് ആണ്, നേരത്തെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നൈറ്റ് അവൻ ഞാനിപ്പോ ഈ ബെഡ് കൈ പിടിച്ച് കിടക്കലാണ്. എനിക്കിതാ എവിടെ ലോക്കം വന്നു തറയിൽ വെക്കണം, കിടക്കണം. അതന്നെ പിന്നെ ഇപ്പത്തെ പണി. ഓക്കെ, എനിക്ക് ആ വീട്ടിൽ നോക്കേ, നമുക്ക് എത്രയും പെട്ടെന്ന് സ്പീഡ് റൺ ചെയ്തിട്ട് ഡ്രാഗനെ കൊല്ലണം.
ഓക്കെ. ഡ്രാഗനെ കൊല്ലണം. എനിക്ക് നെതറി പോണം. ആ നെതറി പോയിന്റ് ഐഡിയ ഉണ്ട്. ഐഡിയ ഉണ്ട്. പൊട്ടിക്കുക. ആന് ഫുള്ള് ഈ ഒരു സെറ്റായിട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് മാറ്റി കണ്ടാവും. ഇപ്പൊ അവൻ ആ വിലക്ക് തന്നെയാണ്. അപ്പൊ ഒന്നും അവൻ്റെ അടുത്ത് വാങ്ങില്ല. ഓ റീസ്റ്റോക്ക് ചെയ്യാൻ എന്തോ സമയമുണ്ട്. വാറാക്കി ഇവന്മാരൊന്ന് റീസ്റ്റോക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് ബാക്കി പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ചവറ് വെട്ടിയാണ്. ഇതിന്റെ ഡയമണ്ട് പിക്കാക്സ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഞാനേ ഇതില് അങ്ങോട്ടാണ് ഇങ്ങോട്ട്. നമ്മുടെ അയൺ ഫാമിന്റെ ബാക്കിക്ക് എന്തിനാ ബെഡ് ഉണ്ടാക്കാൻ ഊള് തപ്പി പോയ ടൈമില് അവിടെ മറ്റേ ഈ പൊട്ടിപ്പൊളിഞ്ഞ നെതർ പോർട്ട് ഉണ്ടാവല്ലോ. അയ്യോ റൂയിന്റ് പോർട്ടൽ അത് കിട്ടി. ഇതിന്റെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒക്കെ ഇങ്ങനെ മാന്തി എടുത്തു. കറക്റ്റ് ഇതാ 10 എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഒരു ഡൗട്ട്. ഞാൻ വിചാരിക്കണം നമുക്ക് ഈ ഇതിന്റെ നടുക്കുകളിൽ ഉണ്ടാക്കി വെച്ചാലോ. അതാകുമ്പോ നല്ല രസം ഉണ്ടാവും. എന്നാലും എനിക്കൊരു തൃപ്തി പോരാ. നമ്മള് ഫ്ലസ്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോ ഉണ്ടാക്കി. പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ. അതിനെ നടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മള് ഞാനിന്ന് ചിന്തിക്കട്ടെ. ഇവിടെ ഇങ്ങനെ വെക്കണം. അല്ല നമുക്ക് കാര്യം ചെയ്താലോ. നമുക്ക് ഇത് ഇങ്ങനെ വെച്ചാലോ. ഇവിടെ വെക്കാൻ പറ്റില്ലല്ലേ. നമുക്ക് ഇവിടെ സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെ നമുക്ക് ഇവിടെ വെച്ചാ ബോറേക്കും. നമുക്ക് എന്റെ വീടിന്റെ അടുത്ത് തന്നെ വേണം. അപ്പൊ ഞാൻ വിചാരിക്കണം നമുക്ക് ഇവിടെ എന്നോട് പണിയാം. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ചാടി. എത്ര ബ്ലോക്ക് എന്തോറ്റ വേണം. പോട്ട് മുകളിൽ നിൽക്കുക. 1 2 3. ഓക്കെ, അവിടെ ഒരു ഡേർട്ട് വെക്കുക. ഇതൊക്കെ ഡേർട്ട് വാങ്ങിച്ചിട്ട് ഡയമണ്ട് ബ്ലോക്കും വെക്കണം. നമ്മുടെ റിച്ചാലോ 3 2 അയ്യോ മണ്ട, ഞാൻ 2 വെക്കുക. മൈൻക്രാഫ്റ്റ് എത്ര കാലം കൊണ്ട് ഞാൻ കളിക്കുന്നു. മജാങ്ക പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നൊക്കെ ഞാൻ കണ്ടു. എനിക്ക് കളിക്കാൻ സമയം എനിക്ക് തോന്നുന്നില്ല. ഒരു പൊട്ട അപ്ഡേറ്റാ. മറ്റേ സാധനമാണ് സ്പിയർ കുന്തം. 2 3. ഓക്കെ 2 3. പിന്നെ നമ്മള് ലൈവ് ഇടണമെന്ന് ചോദിച്ചിട്ടാണ്. 100% യെസ് എന്നാണ് പറഞ്ഞു. പക്ഷെ പിന്നെ ഇരുന്ന് ആലോചിക്ക് മടി. അയ്യോ ഞാനെന്തൊരു രൂപ ദൂടി ഇവിടെ വെച്ച് കത്തിച്ചത്. വലിപ്പം കൂടുതലുണ്ട്. ഞാൻ ചെറുതായ. ഓക്കെ, ഇത് ഫുള്ള് ചവിട്ടി നിർത്തിയിട്ട് നമുക്ക് ഇവിടെ ഒരു പാത്ത് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ഇത് കുറച്ചുകൊണ്ട് ഉള്ളിക്കായോന്ന് ഡൗട്ട്. ഞാൻ നേരെ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ സോ ഗൈസ്, നമ്മള് നെതർ പോർട്ടലൊക്കെ സെറ്റ് ചെയ്തു. അവിടെ നെതറിലൊക്കെ കയറി പോയി. നമ്മൾ അഡ്വഞ്ചർ ഒക്കെ ചെയ്തു. പക്ഷെ എന്റെ OBS ചതിച്ചു തന്നെ. ചതിയൻ. പിന്നെ ഇതന്നെ ഒരു പണി. ചതിയൻ OBS. നമ്മളിവിടെ ചെന്നു. നമുക്ക് നെതർ വേസ്റ്റ് കിട്ടി. അങ്ങോട്ടേ ബയോം ഉണ്ടോ മുകളില്. ഈ സാധനം കണ്ടോ. നമുക്ക് സോൾ സാൻഡ് വാലിയാണ് ഇവിടെ. പക്ഷെ ഇത് ഫുള്ള് വേസ്റ്റ് ആണ്. എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ അറിയില്ല. പിന്നെ നമ്മളിവിടെ കുറെ മൈനിങ്ങിന് പോയി. മൈനിങ്ങിനല്ല കേട്ടോ, നമ്മള് ഇത് കണ്ടുപിടിക്കാൻ പോയി. ഇപ്പൊ ഇവിടെ ക്രിംസൺ ഫോറസ്റ്റ് ആയി. ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല. അത് ഫുള്ള് ചവറായിരുന്നു. നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്തായാലും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാന്ന് ഞാൻ യൂട്യൂബിൽ നോക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വരുന്ന വീഡിയോസ് കുറച്ചങ്ങോട്ട് സ്പീഡ് റൺ ആയിരിക്കും. ഇപ്പൊ എന്തായാലും നമ്മള് ലൈവ് ഇടേണ്ട കാര്യം പറഞ്ഞല്ലോ. അത് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം. ഇതിന്റെ വീഡിയോന്റെ അടിയിൽ കമന്റ് വന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പോളിട്ടതിൽ ഭൂരിപക്ഷം ഇല്ല, മുക്കാലും ഇല്ല, പകുതിയും അല്ല ഫുള്ളും ഇതന്നെ വന്നിട്ടാന്ന് പറഞ്ഞിട്ടാന്ന്. നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് നിന്ന് പുറത്തിറക്കാൻ പറ്റണാവോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പൊ ലൈവിന്റെ കാര്യമൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് ഇങ്ങനെ പുറത്തിറക്കാൻ പറ്റുമോ നോക്കട്ടെ യൂട്യൂബിൽ. നിങ്ങൾ എന്തായാലും 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും.
ഐസ് നമ്മളൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ചീറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടത് ചീറ്റിംഗ് അല്ല. ഇത് നമുക്ക് ഒരു ഇതിന് യൂസ് ചെയ്യുന്ന സൈറ്റാണ് കാണിച്ചത്. ഇതാണ് ചങ്ക് ബേസ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ബയോംസ് അങ്ങനെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. പക്ഷെ ഇത് ഓവർ ഓക്കെ. ഇത് വെറുതെ ഫോസിൽ എന്തോറ്റാ ഞാൻ കൊടുത്തേക്കണത്. ഫോസിൽ പെയിന്റർ മാറ്റാൻ പറ്റും എനിക്കറിയില്ല. അല്ല, മാറ്റാൻ പറ്റും, ഫസ്റ്റിൽ മാറ്റാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ സീഡ് അടിച്ചു കൊടുക്കണം. ആ സാധനം കൊടുത്തിട്ടില്ല. സീഡ് നമുക്ക് കമാൻഡ് വർക്ക് ചെയ്യണോ? /സീഡ് അടിക്കുക, എന്നിട്ട് ഇങ്ങനെ എൻ്റർ അടിക്കുമ്പോൾ ഒരു സാധനം വരും. അടിക്കുക, അത് കോപ്പി ചെയ്യുക, നേരെ ഇതിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. നമ്മള് ഗോ അല്ല, അതിൻ്റെ ഇവിടെ നമ്മുടെ ഇത് എത്ര 22 - 7 22 - 7 എത്ര 22 ഗോ. നമ്മുടെ അടുത്ത് തന്നെ ഒരു സാധനം ഉണ്ട്. പക്ഷെ ഇത് ഏത് ഇതിലാന്നറിയില്ല. ഇവിടെയാണുള്ളത്. നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട് എത്രയില്ല -25 ഇത് ഇവിടെ എന്ന് പറയുമ്പോ ഞാൻ എവിടെ എഴുതിയിടണം, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ മാഞ്ഞു സുഖങ്ങളിലൊക്കെ ഒന്ന് എഴുതിടാം. എവിടെ എഴുതിടാനൊക്കെ കൊണ്ടാരും ഇവിടെ സെർച്ച് ചെയ്യാം. എഴുതാം -20 പേപ്പർ എടുക്കുക, എന്നിട്ട് എഴുതാം നമുക്ക് കാര്യം ചെയ്യാം. എത്രയാണ് -20 അല്ലേ -24 അല്ല -24 അല്ല 24 -6 ഇത് എവിടെയൊക്കെ ഒന്നുറച്ച് നിക്കടേ. ഗോ അവിടെ ഫോസില് എന്താണ് ഇത് ഇങ്ങനെയായിരുന്നു സംഭവം. ഇത് ഇങ്ങനെ തന്നെ അല്ലേ? അല്ല, ഇത് കാണിക്കല് പോയിന്റ് അടുത്ത് പോവാ. ഒരു 22 കാണിച്ച് -25 4. ഓക്കെ, -25 4. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും ബോറടിക്കണ്ട. നിങ്ങൾ വല്ലതും ഒന്ന് ചവച്ചോണ്ടിരിക്കും. എവിടെ ഞാൻ പോയി മാന്തട്ടെ. അത് ഇങ്ങോട്ടാ -22 ഇങ്ങനെ. നിങ്ങളിത് കണ്ടു, അവിടെ ഹാപ്പി ഗസ്റ്റ്. അവിടെ അവസാനം എനിക്കോ പുറത്ത് ചാടിയുണ്ട്. ഞാൻ കുറച്ചേരം പിന്നെ ആ സാധനം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പുറത്ത് രക്ഷപ്പെട്ടു. നമുക്ക് ഇനി ഇവിടുന്ന് എന്തായാലും ഇവിടെ പുറത്തെത്തുണ്ട്. നമ്മൾ നേരെ മോളിക്ക് കുടിച്ചപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. സമാധാനം ഉണ്ടോ? അയ്യോ, എനിക്ക് ഇതിനെ ഞാൻ പൊട്ടിക്കാൻ ഒരു കാര്യം നോക്കാണ്ട്. അയ്യോ എൻ്റെ ഇപ്പൊ നമ്മൾ ഈ സാധനത്തിനല്ല വന്നത്. എനിക്കിത് കിട്ടിയല്ലോ, മതി. ഞാൻ വീട്ടിൽ പോയി കുറച്ച് ഈ സാധനം എടുത്തിട്ടാ വന്ന്. നമുക്ക് എന്ത് പേരിടും? കപ്പോക്ക തൽക്കാലം ഇതെങ്ങെടുത്തിട്ട് പോവാ. ഓക്കെ, ഇനി അന്ന് പോവല്ലോ, നമുക്കൊന്ന് കറങ്ങി നോക്കാം. എന്തെല്ലാം കിട്ടിയാല് അത്രയും ലാഭ. ഒരു ഫോർട്രസ് കിട്ടിയെങ്കിൽ
നോക്കാം, നമുക്ക് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നോക്കാം. ഏത് ഡയറക്ഷൻ പോകുന്നൊരു വൃത്തല്ല. എന്നാലും നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ എന്തേലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത് എന്തേലും കണ്ടാ ഞാൻ മറിക്കാം. ഇതില് വന്നിപ്പോ ഗൈസ് കൊറേ നേരെ ഇവിടെ പട്ടിപ്പണി എടുക്കണം. തേങ്ങയും കിട്ടണില്ല. ഞാന് ഇപ്പൊ അവിടുന്ന് കണ്ടോ ഇത് നൂറ്റിന്നൊക്കെ ഞാൻ ഇപ്പൊ നല്ല ദൂരത്തേക്ക് വന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു ഡൈവേഴ്സ് എടുത്തു. അവിടെ സോൾസെന്റ് മാന്താൻ പറ്റുന്നില്ല. നമ്മള് ഇങ്ങോട്ട് എടുത്തു. നമ്മള് എവിടെ എത്തി നോക്കുന്നത്? അവിടെ ഒന്നുമില്ല. അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഓപ്പണിങ്. തന്നെ ഫോസിൽ. ഇത് ഡ്രൈഡ് ഗ്യാസ്. ഫോർട്രസ് ശ്രദ്ധിച്ചില്ല ഗൈസ്. ലക്ക്, വീണ്ടും ലക്ക്. ഈ വേൾഡ് ഫുള്ളിക്ക് ലക്കാ. ഞാൻ കയറി വന്നു നോക്കുന്നു. ആ ഡ്രൈഡ് ഗ്യാസ് എയറിലേക്ക് ഉണ്ടോ? അയ്യോ, ഡ്രൈഡില് എയറിലേക്ക് ഉണ്ടോ? ഇത് നോക്കുമ്പോ ബാക്ക് സ്ട്രക്ചർ. അയ്യോ, ഇജാതി ലക്ക്. ഞാനെങ്ങാനും സോൾസ് ഓയിൽ അവിടെ കണ്ടിട്ട് നേരെ ഈ ശവല് പൊട്ടാതെ അതാണ് അവിടുന്ന് ഡൈവേഴ്സ് എടുത്ത് അവിടുന്ന് പോയുള്ള അവസ്ഥ ആലോചിച്ചോക്ക്. ഓയിലൊക്കെ പിന്നെ തെണ്ടണ്ടി വന്നേനെ. കറക്റ്റ് ഇതുകൂടി എടുക്കാം. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ട്വിങ്സിനോട് ഇറക്കാം. ഇതിന്റെ പുറത്തെന്തൊരു സാധനം ഇടല്ലോ. ഇത് സൈഡിലൊരു സാധനം എന്തായാലും പറയാ. ഹാർനസ് തന്നെ. ഹാർനസ് ഇത് കുടിച്ചാൽ നമുക്ക് എന്തായാലും ഇനിയിപ്പോ മറ്റേ അഡ്വാൻറ്റേജ് എടുത്തിട്ട് പോവാ. അഡ്വാൻസ്മെന്റ് എടുത്തിട്ട് പോവാ. അഡ്വാൻറ്റേജ് ഇപ്പൊ ഞാൻ ഓവർവേൾഡിൽ ജയിക്കാൻ സമ്മതിക്കാം. എവിടെയും ജയിക്കാൻ സമ്മതിക്കില്ലേ? ഓക്കെ, ഏതോ ഒരു കുരിപ്പ് ഇവിടെ നിക്കുന്നുണ്ട്. ഇതുണ്ടോ? എന്നിട്ട് നീ ബ്രദർ. അയ്യോ, അവിടെ പട്ടി ഒന്ന് വെറുതെ വിടറാ. മിക്കവാറും ആർമൊക്കെ പൊട്ടും. എന്താ അവൻ തന്നതുമില്ല. തന്നു. ഇതിന്റെ ആവശ്യമില്ല. ഗൈസ്, ഇവിടെ ഫസ്റ്റ് പ്ലേസ് റോഡ്. ഹാപ്പി. നമുക്ക് ബ്ലോക്ക് ആയി പിടിച്ചിട്ട് പോവാ. ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഗൈസ് ഈ പെട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കണേ. നമുക്ക് ആവശ്യത്തിനുള്ള ഈ തേങ്ങയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓരോ ആവശ്യം കാണിക്കുന്നില്ല. നമുക്ക് വീട്ടിൽ പോവാ. ഇതിനൊന്ന് ഗ്യാസിന്റെ ഒച്ച കേൾക്കാണ്ട്. ഫോഗിന് പോയിട്ട് അത് ഇങ്ങനെ മാറ്റുക എനിക്കറിയില്ല. നമ്മുടെ വേൾഡ് എന്തായാലും ഡ്രൈഡ് ഗ്യാസിന് എന്താ ഞാൻ മറ്റേ ബാസ്റ്റിനെ വിചാരിച്ചു. നമ്മുടെ വേൾഡ് എന്തായാലും ഇപ്പോ ഹാപ്പി ഗ്യാസിനോട് അറിയുന്നുള്ള കാര്യം കൺഫേം ആയി. ഓക്കെ, നമുക്കിനി ഇതിന്റെ ഫാം വേണമെങ്കിൽ തുടങ്ങാം. നമ്മളിപ്പോ 4 ഉണ്ട് കയ്യില്. ഈ ഫോർട്രസ് അങ്ങനെ പോകുന്നു തോന്നുന്നു. നമുക്കിനി എന്തായാലും തിരിച്ച് വീട്ടിൽ പോവാം. നമുക്ക് ഒരു പ്ലേസ് റോഡ് കിട്ടി. നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കണം. എക്സ്പിക്ക് അല്ലേലും നമുക്ക് സ്കെൽട്ടന്റെ എല്ലും കാര്യങ്ങളൊക്കെ വേണ്ടോണ്ട് നമുക്ക് മറ്റേ ഫാം ഉണ്ടാക്കണം. ഞാൻ ഒരാളുടെ ഫാനാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരാളെ ആരാന്ന്
ഞാൻ പറയണില്ല. ആ ഒരാളുടെ വീഡിയോ ഒരാൾ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കോപ്പി എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട കോപ്പി തന്നെ. പക്ഷെ അതിനത് നല്ല എഫിഷ്യൻ്റ് കൂടിയാണ്. നമുക്ക് എന്തായാലും ആ സാധനം തന്നെ ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒരു ഫാമല്ല, ഒരു ഫാം പോലെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നിന്നാൽ മതി. ഇപ്പൊ ഞാൻ എവിടെയും തിരിഞ്ഞേനെ പ്രാന്ത് വഴി നേരെ പോവാ. ഞാൻ പിന്നെ നേരത്തെ ആ സാധനം എടുത്തിട്ട് ഞാൻ നേരെ നമ്മൾ അവിടെ എല്ലാം വിളിച്ചു ഞാൻ നേരെ ഇതിനോട് പോകുന്നു. ഓക്കെ, നമുക്കൊരു ബ്ലേസ് റോഡും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കുഴിച്ചു സാധിക്കുക. ഓ ഷിറ്റ്, അങ്ങോട്ട് തന്നെ മറ്റേ ചങ്ക് ബേസ് ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ പുറത്തെത്തി. ഗൈസ്, നമ്മളിപ്പോ അവന്മാരെ അവിടെ മുക്കി കൊല്ലാൻ വെച്ചിട്ടുണ്ട്. ഐ മീൻ നമ്മൾ മുക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലോക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ. ഇതിവിടെ വാല്യൂബിൾ സാധനമാണ്, അപ്പം നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ ചവറ് പെട്ടി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു ചവറാൻ്റെ യൂട്ടിലിറ്റി പെട്ടിയാണിത്. അതിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഫുള്ളാണ് തിരികെ വയ്ക്കാം. ഓക്കെ, ഒക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ സാധനമായിരിക്കും വേണ്ടി വരിക, ലെതർ. അതിൻ്റെ ഇല്ലേ? അയ്യോ, ഇല്ല മാത്രം പറയല്ലേ. അയ്യോ, ഞാനീ പോയി കൊലപാതകം ചെയ്യണം. ലെതർ എങ്ങനെയാണ് ഇരിക്കുന്നതാണ്? മറ്റേ പശുവിനെ അടിച്ച് ചപ്പാത്തിയാക്കി വരാൻ മനസ്സിലായി. ഇതിൻ്റെ അകത്തില്ല. ഇത് ഉണ്ടാന്നാലോ? ഇതിനകത്ത് ഉണ്ടാവില്ലോ. ഇല്ലേ? ഉണ്ട് പറ. എനിക്ക് ബണ്ടിൽ വന്ന എന്തായാലും നല്ലൊരു ഇതാണ്. ഇതിൻ്റെ അകത്ത് എന്താ അവിടെ? അപ്പൊ കഴിച്ച് നമ്മള് ശരി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് ആ സൂനാപ്പിളി ഉണ്ടാക്കാം. മാര് ഒന്നായി വരെ എത്രയോ 20 മിനിറ്റ് എന്നിട്ട് പിടിക്കുന്നതാണ് ഗൂഗിൾ അമ്മായി പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്കിനി ഒന്നും ചെയ്യാലോ. എൻ്റെ ഇവിടെ ഈ വെട്ടിയിലെങ്ങാനും ഇതിൻ്റെ അകത്തില്ല. കൺഫേംഡ്. അവിടെ കൊമ്മാലേ, നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞ ഒരു പശുവിനെ പോലും കിട്ടില്ല. നമുക്ക് ഫുഡിനും പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഉമ്മാരിവിടെ കളിച്ചുകൊണ്ട് കിടന്നു. ഞാൻ പോയിട്ട് എന്തായാലും ഇപ്പൊ പശുവിനെ പോയി വെട്ടി കൊല്ലട്ടെ. ഗൈസ്, എന്റെ ലെതറൊക്കെ എവിടെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞെന്ന് കിട്ടി. ഈ ഒരു സാധനത്ത് നട്ടോ ഞാൻ 10 ഒബ്സീഡ് എടുത്ത് പോയത്. ഈ പെട്ടിക്കകത്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടാവും. തിരക്കണു 9 ലെതർ. ഇതിന്റെ അതുണ്ടാകാനേ മണ്ട. ഞാൻ ഈ ഗോൾഡ് മാത്രം എടുത്തില്ല. എനിക്ക് എന്റെ ബോധം ഉണ്ടായില്ലേ. പിന്നെ എനിക്ക് ഗോൾഡിന്റെ ആവശ്യം വന്നു. ഈ സമയം ഞാൻ മറന്നു. എന്ത് ചെയ്യാനെന്ന് പറ. അവിടെ തന്നെ തങ്ങിയ കടന്നുറങ്ങട്ടെ. പക്ഷെ നമുക്ക് നമ്മളെ അമ്മനെ മുക്കിയിട്ടുണ്ട്. എന്തായാലും വരെ 20 മിനിറ്റ് ഒന്നൊറ്റ എടുക്കുന്ന പറഞ്ഞു. എന്തായാലും അത് അൺലോഡ് ആവാൻ സാധ്യതയില്ല. കാരണം ഞാൻ എന്റെ മറ്റേ സാധനം കുറച്ച് കൂടുതലാണ്. സിമുലേഷൻ ഡിസ്റ്റൻസ് കൂടിയ വരെ എത്തുമെന്തോ. അതെന്തേലൊക്കെ ആവട്ടെ. അപ്പൊ ഗൈസ്, നമുക്ക് പറയുമ്പോൾ എന്തൊരു കാര്യമുണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരു ദിവസം വരാം. തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിരിക്കണം. ഇത് ഞാൻ ഓഫ് ക്യാമറ ഒന്ന് ചെയ്തിട്ട് അടുത്ത വീഡിയോ വരുമ്പോഴേക്കും നിങ്ങളെ കാണിക്കാം. ഓക്കെ ഓക്കെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഞാൻ നാളെ വരുന്നതായിരിക്കും. നാളെ ഇല്ല, എപ്പോഴെങ്കിലൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ ബൈ.